കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടെങ്കിലും തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തായിട്ട് ചില നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ചില വാർത്താ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചില നിരീക്ഷകരോ അല്ലെങ്കിൽ ചില എക്സ്പേർട്സ് സോ കോൾഡ് എക്സ്പേർട്സോ ഒക്കെ തന്നെ അവരുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്തുകയും ഒരു കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണും. ഹിന്ദിയിൽ മാത്രമല്ല, തമിഴിൽ മാത്രമല്ല, ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളികൾക്കിടയിലും ഇത്തരം ആളുകൾ നിങ്ങളിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇവരെന്താണ് ഇങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത്? ഇവർ പറയുന്നത് ശരിയല്ലല്ലോ, പണ്ട് ഇവരങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ ഇവർ പറയുന്നതിനകത്ത് എന്തോ ഒരു വശപ്പശകുണ്ടല്ലോ എന്നൊക്കെ നിങ്ങളിൽ പലർക്കും തോന്നാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മെക്സിക്കോ ഇന്ത്യയും ചൈനയും ഇന്തോനേഷ്യയും സൗത്ത് കൊറിയയും അടക്കമുള്ള ഒരുപാട് ഏഷ്യൻ രാജ്യങ്ങളുടെ മേൽ 50% വരെ ചില പ്രോഡക്റ്റുകൾക്ക് നികുതി ചുമത്തുന്നതിനായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അപ്പൊ മെക്സിക്കോ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ പോലും ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ നികുതി ചുമത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ അടക്കം ഒരുപാട് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ. എല്ലാത്തിലും ആയിരിക്കില്ല. ഇന്ത്യയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ തൊഴിലാളികളെയും കർഷകരെയും ബിസിനസ്സുകാരെയും ബാധിക്കാൻ ചാൻസ് ഉള്ള പ്രോഡക്റ്റുകൾക്കായിരിക്കും നികുതി ചുമത്തുക. ഇതേ രീതിയിൽ മെക്സിക്കോ എന്നല്ല ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. മെക്സിക്കോ ഈ അടുത്തിടെയായിട്ട് ഇപ്പൊ അവരും തീരുമാനിച്ചു ഒരുപാട് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അവരുമായിട്ട് ട്രേഡ് ഇല്ലാത്ത ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ നിശ്ചിത നികുതി ചുമത്തിക്കൊണ്ട് അവരുടെ രാജ്യത്തെ ബിസിനസ്സിനെയും അവരുടെ രാജ്യത്ത് ഈ സ്വയം പര്യാപ്തത ഉണ്ടാവുന്നതിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവരുടെ രാജ്യത്തിന്റെ ഇന്റേണൽ മാറ്റർ ആണ്. സോ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനി ചെയ്യാനും സാധ്യതയുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു തിരിച്ചടിയൊന്നുമല്ല. ഇത് ലോകത്ത് നമ്മളും ചെയ്യുന്നതാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ടും അമേരിക്കയ്ക്ക് പുറകെ ഇന്ത്യക്ക് അടുത്ത പണിയുമായിട്ട് മെക്സിക്കോ, നരേന്ദ്രമോദിയുടെ ഫോറിൻ പോളിസി അട്ടർ ഫെയിലിയർ ആണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും സംസാരിക്കുകയും അല്ലെങ്കിൽ കമന്റുകൾ എഴുതുകയും വീഡിയോകൾ ചെയ്യുകയും അല്ലെങ്കിൽ ഒരു അജണ്ട പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം, ഒരു എന്താ പറയുക, ഒരു സിൻഡിക്കേറ്റ് എന്നൊക്കെ പറയാം. അത് ഒരു ഗ്യാങ് ആണ്. ഒരു മാധ്യമങ്ങളിൽ ഉള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയാ, നിരീക്ഷകരെന്നും സോ കോൾഡ് എക്സ്പേർട്സ് എന്നൊക്കെ പറയുന്ന കുറെ വലിയൊരു ടീമാണ്, ഒരു ടീം വർക്കാണ്. ഇതിന്റെ ഒക്കെ പുറകിൽ ആരൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് കാണുന്ന സാധാരണ മനുഷ്യർക്ക് തോന്നും. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഡീപ് സ്റ്റേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ലളിതമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണം ഉണ്ട്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ കാര്യം എടുക്കാം. ബംഗ്ലാദേശിൽ ഇത്രയും പവർഫുൾ ആയിരുന്ന, സ്ട്രോങ് ആയിരുന്ന ഷേഖ് ഹസീന എങ്ങനെയാണ് പുറത്തായത്? ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിന് മുമ്പ് ഒരു വലിയ പ്ലാനിങ് നടന്നു, സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും. എന്ന് വെച്ചാൽ ഷേഖ് ഹസീന ഒരു കുഴപ്പക്കാരിയാണെന്ന് ആദ്യം വരുത്തി തീർക്കണം. അതിന് പതിയെ പതിയെ അവരെ കുറിച്ചില്ലാത്ത ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരാൻ തുടങ്ങി. പല എക്സ്പേർട്ടുകൾ എന്ന് പറയുന്ന ആൾക്കാർ അവരെ വിമർശിച്ചു തുടങ്ങി. ചെറിയ ചെറിയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ വന്നു, മത മൗലികവാദികളുടെ കുറെ വക്താക്കൾ വന്നു. പല ഇടങ്ങളിൽ നിന്നായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി അതിങ്ങനെ സ്പ്രെഡായിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഡീപ് സ്റ്റേറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധ്യമങ്ങളിൽ വിലക്കെടുക്കാൻ പറ്റുന്ന മാധ്യമങ്ങളെ വിലക്കെടുക്കും. അത് നേരിട്ട് ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാർ വന്നിട്ട് ഞാൻ ഇതിങ്ങ് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ ആരും ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് അവർ കോപ്പറേറ്റ് ചെയ്യുക. സോ മാധ്യമങ്ങളെ പല രീതിയിൽ അവരുടെ നരേറ്റീവ് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് അവർ നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും അവർ വിലക്കെടുക്കുക. എല്ലാ മാധ്യമങ്ങളെ അല്ല കേട്ടോ, ചില മാധ്യമ പ്രവർത്തകരെ, നിരീക്ഷകരെ, ചിലപ്പോ ഇവരുടെ ഈ ഒരു നരേറ്റീവ് പ്രചരിപ്പിക്കുന്ന ആളുകൾ പോലും അറിയണമെന്നില്ല ഇത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പ്ലാൻ ആണെന്ന്. അങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ് CIA പോലെയുള്ള അല്ലെങ്കിൽ പല രഹസ്യാന്വേഷണ ഏജൻസികളും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഇവരൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പാറ്റേണിലൂടെ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു സാധനം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മൊത്തം കുഴപ്പം പിടിച്ചതാണ് എന്നൊരു പ്രചാരണം ബോധപൂർവ്വം നടത്തുക. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംബന്ധിക്കുന്ന പരാതികളും അല്ലെങ്കിൽ കുഴപ്പങ്ങളും ഒന്നും ആദ്യമായിട്ടല്ല ഉണ്ടാവുന്നത്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പോലും അന്ന് പോലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തെരഞ്ഞെടുപ്പ് എടുത്താലും, ഇപ്പൊ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, പലയിടങ്ങളിലും തർക്കങ്ങൾ ഉണ്ടാവും. വോട്ടിൽ തിരിമറി നടത്തി എന്ന് പറയും, കള്ളവോട്ട് ചെയ്തു എന്ന് പറയും. കാരണം ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. 145 കോടിയോളം ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ 3 കോടി ജനങ്ങളുള്ള കാനഡയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ പലയിടങ്ങളിലും കുഴപ്പങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് ഉണ്ടാവാം, അശ്രദ്ധ കൊണ്ടാവാം,
അല്ലെങ്കിൽ പാർട്ടിക്കാർ തിരിമറി നടത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലോക്കൽ നേതാക്കൾ പല ഉടായ്പകളും കാണിക്കാൻ ശ്രമിക്കും, കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കും, ഭയങ്കരമായിട്ട് ഏത് പാർട്ടിയുമാകും കേട്ടോ, പാർട്ടിയോട് ഭയങ്കരമായ ഭ്രാന്ത് പിടിച്ചു കിടക്കുന്ന ആൾക്കാരുണ്ട്, അവര് പാർട്ടിക്ക് 10 വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പല ഉടായ്പും ചിലപ്പോൾ കാണിക്കാം. ഇങ്ങനെയൊക്കെ പല തരികടകളും പലയിടങ്ങളിലും നടക്കാം. കാരണം അത്രയും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ. ലോകത്ത് ഒരു രാജ്യവുമില്ല നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ. അമേരിക്കയെ പോലും ടോട്ടൽ പോപ്പുലേഷൻ ഉള്ളത് 30-32 കോടി ജനങ്ങളാണ്. നമുക്ക് അവരുടെ 3-4 ഇരട്ടിയിലധികം ജനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭൂമിയിലേക്കും വച്ച് ഈ ഗ്രഹത്തിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പാണ് നമ്മുടേത്. അപ്പൊ അതിൻ്റെതായ കുഴപ്പങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്, അല്ലെങ്കിൽ മോദി ഗവൺമെന്റിന്റെ ഒരു വോട്ട് ചോരി പരിപാടിയാണെന്ന് വരുത്തി തീർത്ത് അത്തരം ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് ശരിയായ വഴിക്കല്ല പോകുന്നത് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിനർത്ഥം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നത് ശരിക്കുള്ള ജനപിന്തുണ കൊണ്ടല്ല, എന്തോ ഉടായ്പ് കാണിച്ചാണ് ജയിക്കുന്നത് എന്ന് കുറെ മനുഷ്യരുടെ മനസ്സിലേക്ക് കനൽ കോരിയിടുകയാണ്. ഇത് അവിടെ കടന്ന് നീറിപ്പോകാൻ തുടങ്ങും. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി നരേന്ദ്രമോദി ജയിക്കുകയാണെങ്കിൽ കുറെ ആൾക്കാരെങ്കിലും വിശ്വസിക്കും എന്തോ ഉടായ്പ് കാണിക്കുന്നുണ്ട്, അപ്പോൾ വോട്ട് ചോരിയൊക്കെ ശരിയായിരിക്കാമെന്ന്. കാരണം നരേന്ദ്രമോദിയുടെ ജനപിന്തുണയും മോദിയുടെ പോളിസികളും കൊണ്ടാണ് മോദി ജയിക്കുന്നത് എന്നതിനെ മറച്ചു പിടിക്കാൻ മോദി വോട്ടിങ്ങിൽ കള്ളത്തരം കാണിക്കുന്നു എന്നൊരു നരേറ്റീവ് ഡീപ് സ്റ്റേറ്റ് ബോധപൂർവ്വം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഡീപ് സ്റ്റേറ്റിന്റെ ഉദ്ദേശം ഇപ്പൊ നാളെ വന്ന് മോദിയെ അങ്ങ് താഴെ ഇറക്കി കളയാമെന്നല്ല. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവരിപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങും. ഇതൊരു ലോങ് പ്രോസസ്സാണ്. 10, 20, 30 വർഷമൊക്കെ എടുത്തിട്ടാണ് പല രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങളെയൊക്കെ ഡീപ് സ്റ്റേറ്റ് അട്ടിമറിക്കാറുള്ളത്. അപ്പൊ ഇതൊരു നരേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഇന്ത്യക്ക് തിരിച്ചടികൾ ഉണ്ടാവുന്നു, ഇന്ത്യൻ ഫോറിൻ പോളിസി പാളിപ്പോകുന്നു, ഇന്ത്യക്ക് അങ്ങനെ പറ്റി, മോദി ആ കാണിച്ചത് മണ്ടത്തരമോ, മോദിക്ക് അബദ്ധം സംഭവിച്ചുവോ, മോദി ആ ചെയ്തത് ശരിയായോ, മോദി പണ്ട് ചെയ്തതൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ കുറെ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, റഷ്യയുമായിട്ടുള്ള കൂട്ടുകെട്ട് ശരിയാണോ, അത് പൊട്ടത്തരമല്ലേ, അത് മണ്ടത്തരമല്ലേ, അമേരിക്കയാണ് നമ്മുടെ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള ഒരു നരേറ്റീവ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച് ആദ്യം ആളുകൾ ചിലപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞാലും ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇതിനെ ഇൻജെക്ട് ചെയ്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു പോയിന്റിൽ കുറെ പേരെങ്കിലും ഒക്കെ ഇതൊക്കെ ശരിയാണെന്ന് കരുതാൻ തുടങ്ങും. അങ്ങനെയാണ് ഇവരുടെ ഈ ശ്രമങ്ങൾ പല രാജ്യങ്ങളിലും വിജയിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരാളല്ലല്ലോ, ഒരു കൂട്ടം ആളുകൾ പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ റെഗുലറാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മോദി ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്. സോ ഡീപ് സ്റ്റേറ്റിന്റെ വേരുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം. നമുക്ക് അറിയില്ല. കാരണം എങ്ങനെയാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്, ആരെയൊക്കെ ഇവർ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു, എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ പോയിരിക്കുന്ന മനുഷ്യരെ പോലും ഇവർക്ക് പല രീതിയിൽ അവർ പോലും അറിയാതെ സ്വാധീനിക്കാൻ പറ്റും. അവരുടെ മനസ്സിൽ പോലും മറ്റൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെയാണ് ഇത്തരം ഏജൻസികളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. ആർക്കും ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാം എന്തുമാത്രം രാജ്യങ്ങളെ ഡീപ് സ്റ്റേറ്റും അമേരിക്കയും CIA ഒക്കെ ചേർന്നുകൊണ്ട് അട്ടിമറിച്ചിട്ടുണ്ടെന്ന്. റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഇവർ ചെയ്തിട്ടുള്ളത് പോലെ ലോകത്ത് വേറെ ഒരു രാജ്യവും ചെയ്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, ചൈനയോ റഷ്യയോ പോലും ചെയ്തിട്ടില്ല. അമ്മാതിരി കൊടൂര പരിപാടി ഈ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയെ നിയന്ത്രിക്കുന്ന ശക്തികൾ പല രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും അവർ ശ്രമിക്കും. കാരണം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെ അവരേത് വിധേനയും താഴെ ഇറക്കാനായിട്ട് നോക്കും. അതൊരു ഭരണാധികാരിയോ ഒരു ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമോ ആയിരിക്കാം. ഇപ്പൊ ഇന്ത്യയിൽ നരേന്ദ്രമോദിയും BJPയുടെ പ്രത്യയശാസ്ത്രവുമാണ് അവർക്കൊരു പ്രശ്നമെങ്കിൽ അതിനെ ഇല്ലാതാക്കാനായിരിക്കും അവർ ശ്രമിക്കുക. പകരം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നേതാവിനെയും ഒരു പാർട്ടിയെയും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഏറ്റവും ഒടുവിലത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ ഈവൻ നമ്മുടെ ബംഗ്ലാദേശിലേക്കും പോകുന്നില്ല, ബംഗ്ലാദേശ് ഒരു എക്സാമ്പിൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ഉക്രൈന്റെ കാര്യം എടുക്കാം. ഉക്രൈൻ റഷ്യ ബന്ധം എന്ന് പറയുന്നത് എത്ര സ്ട്രോങ് ആയിരുന്നു എന്നറിയാമോ? ഒറ്റ പേര് നമ്മളൊന്ന് ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി. 2004 ഉക്രൈനിൽ നടന്നൊരു ഓറഞ്ച് റെവല്യൂഷനെ കുറിച്ച്. ഓറഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ഷനിൽ തിരിമറി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും പോളണ്ടും ഒക്കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ഈ യുക്രൈന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് അവിടെ നടന്ന ഒരു മാസ്സായിട്ടുള്ള പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു ഓറഞ്ച് റെവല്യൂഷൻ. ഈ ഓറഞ്ച് റെവല്യൂഷന്റെ മാതൃകയിൽ നമ്മുടെ നാട്ടിൽ തക്കാളി റെവല്യൂഷനൊക്കെ ഉണ്ടാവാൻ ചിലപ്പോ, ടൊമാറ്റോ റെവല്യൂഷനൊക്കെ നാളെ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല.
ഇങ്ങനെയൊക്കെയാണ് ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്. 2004 ശേഷം കുറെ കൂടെ സക്സസ് ആയിട്ട് ഇവർക്ക് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് 2014 2014 ശരിക്കും പറഞ്ഞാൽ യാനുകോവിച്ചിന്റെ പുറത്താകലിലേക്ക് നയിച്ച യൂറോമെയ്ഡൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഷേധത്തിന് യുക്രൈൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യൂറോമെയ്ഡനോട് കൂടിയിട്ടാണ് അവിടെ ഭരണകൂടത്തിന് കാര്യമായ മാറ്റം അല്ലെങ്കിൽ റെജീം ചേഞ്ച് ഉണ്ടാവുന്നത്. റഷ്യയുടെ അടുപ്പക്കാരനായിരുന്ന യാനുകോവിച്ചിനെ പുറത്താക്കിയിട്ട് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും അടുപ്പക്കാരൻ അധികാരത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. പിന്നീടാണ് ഇന്നത്തെ നമ്മുടെ സെലൻസ്കിയെ പോലുള്ളവരും അധികാരത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ റെജീം ചേഞ്ച് യുക്രൈനിൽ നടപ്പിലാക്കിയത് ഒന്ന് സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും. ഓറഞ്ച് റവല്യൂഷൻ മുതൽ യൂറോമെയ്ഡൻ വരെയുള്ള ഓരോ കാര്യങ്ങളും സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും ഇന്ത്യയിലും ഇത്തരം അറ്റംപ്റ്റുകൾ നടത്താൻ ഡീപ് സ്റ്റേറ്റ് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിന്റെ ഭാഗമാണ് ഇന്ന് മോദിക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയും നടക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ. അതിൽ മലയാളികൾ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും പലരുടെയും പ്രവർത്തനങ്ങളും കാണുമ്പോൾ ഇവരൊക്കെ തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ കൈകളാണോ എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട്. ആ വിധത്തിലുള്ള പ്രതികരണങ്ങൾ പലരും നടത്താറുണ്ട്. ഞാൻ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമല്ല. രാഷ്ട്രീയ നേതാക്കളുടെ പലരുടെയും പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആകാം. പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിൽ തന്നെ ലോക്കൽ നേതാക്കൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ചേ അല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഭയങ്കര പ്രൊഫഷണൽസ് എന്ന് അവകാശപ്പെടുന്ന പലരും, അങ്ങനെയുള്ള പലരുടെയും പ്രതികരണങ്ങൾ, സോഷ്യൽ മീഡിയ ചാനലുകളുടെ പ്രതികരണങ്ങൾ, പല ചാനലുകൾ അല്ലെങ്കിൽ പല ന്യൂസ് പോർട്ടലുകൾ, അതല്ലെങ്കിൽ പല മാധ്യമങ്ങൾ, ഇവരുടെയൊക്കെ പല പ്രതികരണങ്ങളും ആരുടെയൊക്കെയോ ചട്ടുകമായി പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് തോന്നും. സോ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തന ശൈലികൾ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.